അമ്മയുടെ സ്നേഹമില്ലാതെ എല്ലാ എക്സാമിനും തോറ്റുപോകത്തേ ഉള്ളൂ. അമ്മയുടെ സ്നേഹത്തിനും എക്സാമായിട്ട് എന്താ ബന്ധമുള്ളത്? ഉണ്ടച്ചാ, അതല്ലേ പറയുന്നേ. പ്ലീസ് പ്രീതി ആന്റിയെ, സോറി പ്രീതി അമ്മയെ കല്യാണം കഴിക്കച്ചാ. കവിൻ, ഇത് നീയായിട്ട് തന്നെ പറയുന്നതാണോ അതോ ആരെങ്കിലും നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണോ? അച്ഛാ, ഇത് ഞാൻ തന്നെ പറയുന്നതാ. എനിക്ക് പ്രീതി ഡ്യൂഡിനെ ഒരുപാട് ഇഷ്ടമാ. എനിക്ക് ഒരു ആന്റിയായിട്ട് കാണാൻ ഒട്ടും ഇഷ്ടമല്ല അച്ഛാ. എനിക്ക് അമ്മയായിട്ട് കാണാനാ ഇഷ്ടം. പ്ലീസ് അച്ഛാ, ഒന്ന് കല്യാണം കഴിക്ക്. പ്ലീസ് അച്ഛാ. എനിക്ക് ഇനി അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പറ്റില്ല, അതിന് ചാൻസേ ഇല്ല. ഇതിപ്പോ ഹൈ വോൾട്ടേജ് പെർഫോമൻസ് കാണിക്കേണ്ട സമയമായി. അച്ഛാ, പ്രീതി ആന്റിയെ കല്യാണം കഴിക്കച്ചാ. പ്ലീസ് 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 അച്ഛാ, പ്ലീസ് അച്ഛാ, കല്യാണം കഴിക്കച്ചാ. പ്ലീസ് അച്ഛാ, വേഗം കല്യാണം കഴിക്കച്ചാ. പ്ലീസ്. എന്താ, എന്ത് പറ്റി? എന്തിനാ നമുക്ക് അറിയുന്നേ? അത് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവൻ വാശി പിടിച്ചോണ്ടിരിക്കുക, അല്ലാതെ വേറൊന്നുമില്ല. അല്ല, അച്ഛൻ കള്ളം പറയാ. ഞാനൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞു, അതിന് പറ്റത്തില്ലെന്നാ പറയുന്നേ. അതുകൊണ്ടാ ഞാൻ കരയുന്നേ. അയ്യോ, അച്ഛാ, കല്യാണം കഴിക്കച്ചാ. കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ മോനെ, കല്യാണം കഴിക്കടാ കുട്ടാ. മുത്തശ്ശി, അവനൊരു കൊച്ചുകുട്ടിയാ. അവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളും ആ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുക. അവൻ ആരെ കല്യാണം കഴിക്കാൻ പറഞ്ഞോന്ന് അറിയാം മുത്തശ്ശി? ആരെ വിക്രം? നമ്മുടെ പ്രീതിയെ. അച്ഛാ, കല്യാണം കഴിക്കച്ചാ. അവള് നല്ല കുട്ടിയല്ലേ, അവളെ കെട്ടടാ മോനെ. എന്താ തമാശ പറയാ? ഇവന് എന്തിനൊക്കെ വാശി പിടിക്കേണ്ടെന്ന് ഒരു വ്യവസ്ഥ ഇല്ലാതായി പോയി. അടി വാങ്ങുന്നീ, അടിച്ചിനടുത്ത്. അച്ഛാ, അച്ഛാ, കല്യാണം കഴിക്കച്ചാ. അയ്യോ, എന്റെ കവിന്റെ കണ്ണീന്ന് കണ്ണീര് വരുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കരയണ്ട മോനെ. ദേ നോക്ക്, നിന്റെ അച്ഛനെ കൊണ്ട് കല്യാണത്തിന് ഞാൻ സമ്മതിപ്പിച്ചോളാം. അമ്മേ, എന്താ ഇത്? അവന്റെ കൂടെ ചേർന്ന് അമ്മ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കാണോ? അവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താടാ തെറ്റുള്ളത്? എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ നീ കല്യാണം കഴിക്കാന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ഉടനെ കല്യാണം കഴിക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് 1 വർഷമോ 2 വർഷമോ സാവകാശം വേണം. 1 വർഷം? എടാ, അതിനുള്ളിൽ ഗ്രഹനില മാറുമെടാ. പിന്നെ നീ വിചാരിച്ചാലും നിന്റെ കല്യാണം നടത്താൻ കഴിയില്ല. എന്നാ പിന്നെ വേണ്ടാന്നങ്ങ് വെച്ചൂടെ? അങ്ങനെ വിടാൻ പറ്റില്ല വിക്രം. ഇത് നീ എനിക്ക് വേണ്ടി ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് ഈ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും ചെയ്യും. കല്യാണം കഴിക്കച്ചാ. കണ്ടില്ലേ, അവൻ പൊട്ടിക്കരയുന്ന. കരയാതെടാ. അച്ഛാ, കല്യാണം കഴിക്കച്ചാ. അച്ഛാ, ഞാൻ റോഡിൽ കൂടി പോണ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ പ്രീതി ആന്റി അല്ലേ പറഞ്ഞേ. എനിക്ക് അമ്മ വേണം. പ്രീതി ആന്റിയെ തന്നെ അമ്മയായിട്ട് വേണം. പാവാടാ. എന്താ വിക്രം ഇത്? എന്റെ പേരക്കുട്ടിക്ക് ഇത്രയും വിഷമം നീ തന്നെ കൊടുക്കുകയാണല്ലേ? കണ്ടോ, അവന് വേണ്ട അമ്മയെ അവൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. അവൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? പ്രീതിയെ നിനക്ക് കല്യാണം കഴിക്കാലോ. അവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അമ്മയും കൂടെ ചേർന്ന് എന്നോട് പ്രീതിയെ കെട്ടാൻ പറയാ? എന്നോടൊന്നും പറ്റില്ല. വിക്രം, നിനക്കൊരു ഭാര്യയെ വേണ്ട, വിട്ടേക്ക്. എന്നാ കവിനൊരു അമ്മയെ വേണോടാ. അവന് അമ്മയില്ലാത്തതാണ് അവന്റെ ഈ കരച്ചിലുള്ള കാരണം. ആ കണ്ണീര് തുടയ്ക്കാൻ ശരിക്കും പ്രീതിയെ തന്നെ അവൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പ്രീതിയോട് സംസാരിക്കാം. അവൾ തീർച്ചയായിട്ടും നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും. പിന്നെ എന്താ വിക്രം, നീ ഒന്നും പറയണ്ട. ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു. പ്രീതിയാണ് നിന്റെ ഭാര്യ, അതിലൊരു മാറ്റവും ഇല്ല. ദേ നോക്ക്, ഈ തീരുമാനം ഞാൻ എനിക്ക് വേണ്ടി എടുത്തതല്ല. എല്ലാം നിന്റെ ഈ മോന് വേണ്ടിയാ ഞാൻ പറയുന്നത്. മോനെ, നീ വാ, നീ കരയണ്ട. അച്ഛൻ പ്രീതിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലേ? എന്താ